أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد لا إله إلا الله والله أكبر الله أكبر ولله الحمد لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഈദ്ഗാഹ് ലക്ഷ്യമാക്കി വരുന്നവർ ഉടനെ എത്തുക. നമസ്കാരം അല്പനിമിഷങ്ങൾക്കകം തുടങ്ങുന്നതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു. പ്രധാനമാണ്. ശേഷം ആദ്യ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 7 തക്ബീറുകളും രണ്ടാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഖിയാമിന് ശേഷം 5 തക്ബീറുകൾ ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്ന ദിക്ർ ഇടയിൽ ചൊല്ലാവുന്നതാണ് ഉത്തമം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബുൽ മശ്രിഖി വറബ്ബുൽ മഗ്രിബ് فاطر السماوات والأرض منزل القرآن دستورا للعالمين وشريعة ليوم الدين أشهد أن لا إله إلا الله أشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وخلفائه الراشدين أصحابه الأكرمين والتابعين لهم بإحسان إلى يوم الدين. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. എല്ലാവർക്കും ഈദ് സന്തോഷങ്ങൾ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്തോഷവേളയിൽ ഈദ് വിശ്വാസികൾക്കൊരു സന്തോഷ ദിനമാണ്. എന്നിരുന്നാൽ പോലും ചില തിരിച്ചറിവുകൾ, ചില യാഥാർത്ഥ്യങ്ങൾ നാം നേടിയെടുക്കേണ്ടതുണ്ട്. ഈദ്ഗാഹിന്റെ ഈ മൈതാനിയിൽ നാം ഏവരും മുഴങ്ങിക്കേട്ട തക്ബീർ ധ്വനികൾ ഒരർത്ഥത്തിൽ ഒരു വിജയമന്ത്രമാണ്. നമ്മൾ വിജയിച്ചതിൻ്റെ ഒരു വിജയമന്ത്രം 29 ദിവസത്തെ ഒരു മനുഷ്യന്റെ സമർപ്പണങ്ങൾക്കും അല്ലാഹുവിന്റെ മുന്നിൽ പ്രീതി കാംക്ഷിച്ചുകൊണ്ടിരുന്ന സമയങ്ങൾക്കും സ്വന്തം ദേഹേച്ഛകൾക്ക് മുകളിൽ പടച്ചറപ്പിന്റെ ഇഷ്ടങ്ങൾ വിജയിച്ചതിന്റെ ഏറ്റവും സുന്ദരമായ മന്ത്രമാണ് നാം ഏവരും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ ചൂടായിരുന്നു. അന്തരീക്ഷം, കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടും ദാഹിച്ചിട്ടും ക്ഷീണിച്ചിട്ടും വലഞ്ഞിട്ടും നാം ആരും വെള്ളം കുടിച്ചിട്ടില്ല. നാം എല്ലാവരും ഭക്ഷണം ഒരു സമയത്തേക്ക് ഒഴിവാക്കി നിർത്തി. വലിയ കഷ്ടതകളും പ്രയാസങ്ങളുമായിരുന്നെങ്കിലും മനസ്സും ശരീരവും ഓരോന്നോരോന്ന് ആവശ്യപ്പെടുമ്പോഴും എല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനങ്ങളാണ് വലുത് എന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു ജനത 29 ദിവസത്തെ വലിയ ത്യാഗങ്ങൾ, സമർപ്പണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ വലിയൊരു വിജയമാണ് നാം ഉച്ചരിക്കുന്ന തക്ബീർ ധ്വനികൾ എന്ന് പറയുന്നത്.